നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു മഞ്ജു വാര്യരും ദിലീപും. സല്ലാപം എന്ന സിനിമയിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത്. പിന്നീട് പ്രണയത്തിലാവുകയും വിവാഹം ചെയ്യുകയും അവസാനം വിവാഹമോചനം വരെ എത്തുകയും ചെയ്തു. ഇരുവരും വേർപിരിഞ്ഞത് എന്തിനാണെന്നറിയാൻ എല്ലാവർക്കും ഇപ്പോഴും കൗതുകമുണ്ട്. ഇപ്പോഴിതാ മഞ്ജുവിനെ കുറിച്ച് ദിലീപ് പറയുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മഞ്ജുവിനെ ആദ്യമായി കാണുന്നത് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ്. ലോഹി സാറാണ് മഞ്ജുവിനെ കൊണ്ടുവരുന്നത്. മഞ്ജുവിനെ ഒറ്റയ്ക്ക് കണ്ടാൽ നല്ല പൊക്കമൊക്കെ തോന്നുമല്ലോ. അതുകൊണ്ട് അവരറിയാത്ത മട്ടിൽ ലോഹി സാർ മഞ്ജുവിനെ എൻ്റെ അടുത്ത് നിർത്തിച്ചു. എനിക്ക് മഞ്ജുവിനേക്കാളും പൊക്കമുണ്ടോ എന്നാണ് സാർ ടെസ്റ്റ് ചെയ്തത്. അന്ന് തൊട്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളായതെന്നാണ് ദിലീപ് പറയുന്നത്. അതേസമയം വീഡിയോയ്ക്ക് താഴെ ദിലീപിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. മഞ്ജു വാര്യരുടെ പേര് പറയാൻ പോലും ദിലീപിന് യോഗ്യതയില്ലെന്നാണ് കമന്റുകളിൽ കൂടുതലും. മഞ്ജു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി സ്വപ്നമല്ലേ എന്നാണ് ചില കമന്റുകൾ. സ്വന്തം ജീവിതത്തോട് പോലും സത്യസന്ധത പുലർത്താത്ത താൻ വെറും ഒരു നാടക നടൻ മാത്രമാണെന്നാണ് മറ്റൊരു കമന്റ്. കൂടാതെ കാവ്യമാധവനെയും ആളുകൾ കുറ്റം പറയുന്നുണ്ട്. നല്ല ഭാവി ഉണ്ടായിരുന്ന നടിയായിരുന്നു മഞ്ജു. ദിലീപിനെ വിവാഹം കഴിച്ചതോടെയാണ് ആ ഭാഗ്യം ഇല്ലാതായത്. എന്നാൽ ഇപ്പോൾ അവർക്ക് ഉയർച്ചയുണ്ടെന്നും ദിലീപിന് പിന്നെ അങ്ങോട്ട് കഷ്ടകാലമാണെന്നാണ് പറയുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസടക്കം ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനങ്ങളാണ് കൂടുതലും. മാത്രമല്ല നവ്യ നായരെയും നിഖില വിമലിനെയും കാവ്യമാധവനെയും മീരാനന്ദനെയും ആദ്യമായി കണ്ടതും ദിലീപ് പറയുന്നുണ്ട്. നവ്യ നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണെന്ന് സിബി സാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹീറോയിൻ ആക്കിയില്ലെങ്കിലും അവൾ സിനിമയിൽ വരും. നിഖില വിമൽ ബാലയുടെ കണ്ടുപിടുത്തമാണ്. നല്ല രസമായിട്ടാണ് തിരുവനന്തപുരം സ്ലാങ് ഒക്കെ സംസാരിച്ചിരുന്നത്. പിന്നീടാണ് കലാകുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലായതും. കാവ്യനെ ആദ്യമായി കാണുന്നത് പൂക്കാലം വരവായി എന്ന സിനിമയുടെ സമയത്താണ്. നായികയായി ചന്ദനോദിക്കുന്ന ദിക്കിൽ ഒപ്പം അഭിനയിക്കുകയും ചെയ്തു. ലാലുവാണ് അവളെ തീരുമാനിച്ചതും. മീരാനന്ദനെയും ലാലുവാണ് കണക്ട് ചെയ്തു തരുന്നത്. എന്നാൽ ആദ്യമായി കാണുന്നത് എളമക്കരയിലെ ഒരു ക്ഷേത്ര പരിപാടിയിൽ വെച്ചാണ്. അവിടെ പാട്ട് പാടാൻ എത്തിയതായിരുന്നു മീരാനന്ദൻ.